ഇന്ന് സംസാരിക്കാൻ പോകുന്ന മൂവി എന്ന് പറയുന്നത് കൽക്കി 3898 AD. ഫുള്ളി ഭയങ്കരമായിട്ട് മനസ്സ് തൃപ്തികരമായിട്ട് ഇറങ്ങിയ ഒരു ഫീലായിരുന്നു ഈ മൂവി കണ്ടിറങ്ങിയപ്പം. എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മൂവിക്ക് ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ മൂവി ഇങ്ങനത്തെ ഒരു മൂവി ഇറക്കിയല്ലോ എന്നുള്ള ഒരു പ്രൗഡ് മൂമെന്റ് ആണ് ഈ മൂവി കണ്ടു കഴിഞ്ഞ് ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത്. ഒരു പ്രഭാസ് ചിത്രം എന്ന് മാത്രം ഒതുങ്ങി തീരാണ്ട് എല്ലാവർക്കും ഈക്വൽ രീതിയിലുള്ള പാർട്ടാണ് എല്ലാവർക്കും കൊടുത്തേക്കുന്നത്. അമിതാഭ് ബച്ചൻ വരുന്നതായിരുന്നാലും, കമലഹാസൻ വരുന്നതായിരുന്നാലും, ദീപിക വരുന്നതായിരുന്നാലും എല്ലാവർക്കും അവർക്കായിട്ടുള്ള കൃത്യ റോള് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ മഹാഭാരതം ഈ കഥ അറിയുന്നവർക്ക് കുറച്ച് കൂടുതൽ നന്നായിട്ട് നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ മൂവി ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, എന്നാലും കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം അത്രയധികം ഒരു മൂവിയുടെ ആ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് മൂവിയിൽ പോകുന്നത്. പിന്നെ ഒരു പ്രഭാസ് ചിത്രമായിട്ട് മാത്രം ഒതുങ്ങി തീരാണ്ട് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ഈ മൂവിയിൽ. പിന്നെ എടുത്തു പറയേണ്ടത് ഒരു സീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാൻ ഒരു ഇത് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന ലാസ്റ്റ് ക്ലൈമാക്സിന്റെ ഭാഗത്ത് വരുന്ന ഒരു ട്വിസ്റ്റ് ആയിരുന്നാലും പിന്നെ ഒരു സീൻ ക്രിയേഷൻ ഉണ്ട്. ആ സീനിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഈ മൂവി കാണാം. അങ്ങനെ കുറച്ചധികം നല്ല പോലെ ഒരുപാട് കാര്യങ്ങൾ ഈ മൂവിയിലുണ്ട്. ഈ അത്രയ്ക്ക് നല്ല പോലെ പണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി അറിയാവുന്നവൻ ഇറക്കിയ ഒരു മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദിപുരുഷ് അതുപോലത്തെ ഒരു ഗ്രീൻ സ്ക്രീനിലേക്ക് ഒതുങ്ങി തീരുന്ന പോലത്തെ ഒരു നോർമൽ ഫിക്ഷൻ മൂവി ആയിട്ട് ഇങ്ങനെ തീരാതെ ഒരു കംപ്ലീറ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്തുള്ള മെത്തോളജി എങ്ങനെ ഇപ്പോഴത്തെ കാലത്തിലേക്ക് അവതരിപ്പിക്കാം എന്നുള്ള പണി അറിയാവുന്നവൻ എടുത്ത് അവതരിപ്പിച്ചിട്ടുള്ള ഒരു കിട്ടില്ല മൂവിയാണ് നമ്മൾ. കൂടുതലായിട്ട് ഞാനിനി ഓരോ സീൻ ബൈ സീൻ പറയണമെന്നുണ്ട്, കാരണം അത്ര എക്സൈറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ മൂവിയിലുണ്ട്. അപ്പോൾ അതിങ്ങനെ പറയണമെങ്കിൽ അത് കുറേ ഉണ്ട് പറയാൻ. പക്ഷെ അതുകൊണ്ട് അത് പറഞ്ഞ് കൂടുതൽ ഞാൻ സ്പോയിലർ ആക്കണില്ല, കാരണം അത്രയധികം സീൻ ബൈ സീൻ ഉണ്ട്. കാരണം അത്രയ്ക്ക് എൻജോയ് ചെയ്ത് അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് അത് പറയുന്നത്. പിന്നെ ഇങ്ങനത്തെ മൂവി തന്നെയാണ് നമ്മൾ തിയേറ്ററിൽ പോയി എൻകറേജ് ചെയ്യേണ്ടതും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതും. കാരണം അത്രയധികം നല്ലപോലെ അവർ പാടുപെട്ടാണ് ഈ മൂവി ഓരോ ഇതെടുത്തിരിക്കുന്നത്. ഇത്രയും രൂപ ചെലവാക്കിയിട്ടും അതിൽ ഒരു പൈസ പോലും നഷ്ടപ്പെടുത്താണ്ട് അതേ രീതിയിൽ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിട്ടുള്ള ഒരു കിട്ടില്ല മൂവിയാണ് ഈ കൽക്കി 3898 AD എന്ന് പറയുന്നത്. സോ അത് എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് തന്നെ പ്രോത്സാഹിപ്പിക്കണം. അതായത് നമുക്കൊരു പ്രൗഡ് മൂവ്മെന്റ് ആണ് ഇന്ത്യൻ മൂവി ഈ വേൾഡ് മൂവിയിലേക്ക് വെക്കാൻ പറ്റുന്നതിൽ ഒരു ബെസ്റ്റ് മൂവി എന്ന് പറഞ്ഞ് നമുക്ക് ഈ മൂവിനെ നമുക്ക് വിശേഷിപ്പിക്കാം. സോ ഇറ്റ്സ് എ ഗുഡ്